السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സാക്കിനായ ലാമുകളെക്കുറിച്ച് നാം ക്ലാസ്സിൽ വിശദീകരിച്ചു. 5 സാക്കിനായ ലാമുകളാണുള്ളത്. ലാമു താരീഫ്, ലാമു അൽ എന്ന് പറയപ്പെടുന്ന അലിഫ് ലാം എന്ന് പറയുന്നതായ ആ ലാം, അതിന് 2 അവസ്ഥകൾ, ഇൽഹാറും ഇദ്ഗാമും. ഇൽഹാർ ഖമരി, ഇദ്ഗാം ഷംസി. 14 അക്ഷരങ്ങളിൽ തൊട്ടു മുമ്പിൽ അത് ആ ലാമിന് ചേർക്കപ്പെടുമ്പോൾ, 14 അക്ഷരങ്ങളിൽ ചേർക്കപ്പെടുമ്പോൾ ഇൽഹാർ ചെയ്യേണ്ടതുണ്ട്. ബാക്കി 14 ഇദ്ഗാമും ചെയ്യണം. മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ ലാമുൽ ഫിഅൽ, സാക്കിനായ ലാമ് ഫിഅലിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ അതിന് തൊട്ട് ശേഷം വരുന്നത് ലാമോ റാഓ ആണെങ്കിൽ ഇദ്ഗാം ചെയ്യുകയും മറ്റ് 26 അക്ഷരങ്ങൾ വരുമ്പോൾ ഇൽഹാർ ചെയ്യുകയും ചെയ്യണം. ഇതും പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ ലാമുൽ ഹർഫ് എന്നതിൽ ഹൽ, ബൽ എന്ന 2 ഹർഫുകളെയാണ് ഉദ്ദേശിച്ചത്. അതിൽ ബൽ എന്നതിന് ശേഷം ലാമും റാവും വന്നാൽ ഇദ്ഗാം ചെയ്യേണ്ടതാണ്. ഹലിന് ശേഷം ലാമ് മാത്രമേ ഖുർആനിൽ വന്നത് ഇദ്ഗാം ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ, റാ വന്നിട്ടില്ല. ഇത് കഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങളും വരുമ്പോൾ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഇതും നാം മനസ്സിലാക്കിയതാണ്. നാമങ്ങളിൽ ഇസ്മിൽ വന്നിട്ടുള്ള ലാമുൽ ഇസ്മ എന്ന് പറയുന്ന സാക്കിന ലാം ഇസ്മുകളിൽ വന്നിട്ടുള്ളത് എല്ലാം ഇൽഹാർ തന്നെയാണ്. അൽസിനത്തിക്കും, അൽവാനിക്കും, സൽസബീല, മൽഊൻ തുടങ്ങിയ പദങ്ങളൊക്കെയും ഉദാഹരണങ്ങളാണ്. ധാരാളം മറ്റും പദങ്ങൾ ധാരാളമുണ്ട്. ഇനി അവസാനമായി ശേഷിക്കുന്നതാണ് ലാമുൽ അമ്ർ. അമ്രിൽ വരുന്ന ലാമ് വളരെ വേഗത്തിൽ നമുക്കത് മനസ്സിലാക്കാം. ഖുർആനിൽ അള്ളാഹു പറയുന്നു, ലിയുൻഫിഖ് ദു സഅത്തിൻ മിൻ സഅതിഹി, സൂറത്തു തലാഖിൽ. അവിടെ ലിയുൻഫിഖ് എന്ന് പറഞ്ഞ ലാമ് അമ്രിൻ്റെ ലാമാണ്, കൽപ്പനയാണത്. ചെലവഴിക്കട്ടെ എന്ന കൽപ്പന. അപ്പോൾ മുദാരിയായ ഫെയിലിൽ പ്രവേശിക്കുന്ന ലാമുൽ അമ്ർ, അതിന് കസ്റാണ് അസ്ലൻ. എന്നാൽ ഈ ലാമിൻ്റെ തൊട്ട് മുമ്പിൽ വാവോ ഫാവോ സുമ്മയോ പ്രവേശിച്ചാൽ അവിടെ ആ ലാമിന് സുക്കൂൻ കൊടുത്തുകൊണ്ട് പറയൽ നിർബന്ധമാണ്. ആ സുക്കൂൻ നൽകപ്പെടുന്ന സാക്കിനായ ലാം എപ്പോഴും ഇൽഹാർ തന്നെയാണ് അതിനുണ്ടാവുക, ഒരിക്കലും ഇദ്ഗാം ചെയ്യപ്പെടുകയില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ 29 അള്ളാഹു പറയുന്നു, ثُمَّ لْيَقْضُوا تَفَثَهُمْ وَلْيُوفُوا نُذُورَهُمْ وَلْيَطَّوَّفُوا بِالْبَيْتِ الْعَتീഖ്. അവിടെ സുമ്മ പ്രവേശിച്ചു ലാമുൽ അമ്രിന് മുമ്പ്. അപ്പോൾ സുമ്മ ലി യഖ്ദു എന്നത് സുമ്മൽ യഖ്ദു എന്നായി മാറി. അതുപോലെ വൽ യൂഫു. അപ്രകാരമാണ് സൂറത്ത് അബസയിൽ ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി. അതുപോലെ സൂറത്തു താരിഖ് ഫൽയൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ. അതുപോലെ ധാരാളം ഇനിയും കാണാം. വൽ യക്തുബ് ബൈനകും കാതിബുൻ ബിൽ അദ്ൽ. ആയത്തുദ്ദൈനിൽ അള്ളാഹു പറയുന്നു സൂറത്തുൽ ബഖറയിൽ, ആയത്തുദ്ദൈനിൽ വൽ യക്തുബ് ബൈനകും. അതുപോലെ ഫൽതഖും ത്വാഇഫത്തുൻ, സൂറത്തു അൻ-നിസാ 102-ാമത്തെ വചനത്തിൽ. ഇവിടെ ഫൽതഖും എന്ന താ ആയതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കപ്പെട്ടതായി കാണാം. കാരണം അത് ഇദ്ഗാമായി പോവാൻ സാധ്യതയുണ്ട്. അത്തഇബൂന എന്ന് ലാമു താരീഫിന് ശേഷം വരുമ്പോൾ ഇദ്ഗാം ചെയ്യണം. എന്നാൽ ഫൽതഖും എന്നിടത്ത് ഇദ്ഗാം വരരുത്, സൂക്ഷിക്കേണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയാകുന്നു ലാമുൽ അമ്രിന് ഉണ്ടാവുക. എപ്പോഴും ഇൽഹാറാണ്. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കുക. ലാമുൽ അമ്രിൽ മസ്ബൂഖത്തി ബി അൽ വാവി വൽ ഫാഇ ഔ സുമ്മ. വാവോ ഫാഓ സുമ്മയോ മുൻകടന്നിട്ടുള്ളതായ ലാമുൽ അമ്രിനെ ആകുന്നു സാക്കിനായ ലാമായി പരിഗണിക്കപ്പെടുന്നതും അതിനെപ്പോഴും ഇൽഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതുമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.